രാജവംശം. അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഹൈദരാലിയുടെ ഒപ്പമുള്ള ആളുകൾ, അതുപോലെ പ്രബലരായ മറ്റാളുകൾ. ഹൈദരാലി എങ്ങനെ മൈസൂർ രാജാവായി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുപോലെ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ കാലത്ത്. അത് APJ അബ്ദുൽ കലാം എടുത്ത് പറയുന്നത് വലിയ വലിയ പീരങ്കികളൊക്കെ. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രാവശ്യം പുറത്ത്, അതായത് അമേരിക്ക ഓർ ഇംഗ്ലണ്ട്, ഐ ഫോഗട്ട്, എവിടെ പോയപ്പോൾ അവിടെ പീരങ്കിയുടെ ചിത്രം കണ്ടുവന്നു പറയുന്നത്. അത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതായിരുന്നു. അപ്പോൾ എത്രയോ കാലഘട്ടം മുമ്പേ. അപ്പോൾ അന്ന് അതിനുള്ള സ്വായത്തമായ കഴിവുകൾ, അതിൻ്റെ വിദ്യ നമുക്കറിഞ്ഞിരുന്നു, ഇന്ത്യക്കാർക്കറിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് ഇത് പുറത്തൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയോ കാലഘട്ടം മുമ്പെയാണ്, ഈ നൂറ്റാണ്ടിലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ, ഒരുപാട് മുന്നേ. അപ്പോൾ you should have to know about it. Our India is very very forward in technology and other to invent other devices, especially in army devices. In those days, very many years ago, मेरा दर्शकों, भारत में उधर उस समय में वो पीरंगी और बड़ा युद्ध इन्वेंटेड करते हैं. आपको मालूम उसका एग्जाम्पल टिप्पू सुल्तान वो इन्वेंटेड ये मिसाइल APJ अब्दुल कलाम उनके बारे में पूछते हैं. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, അതായത് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് APJ അബ്ദുൽ കലാം എടുത്ത്. അങ്ങനെ ഓരോരോരും നമുക്കറിയാം അല്ലേ, വളരെ വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ 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 ബുദ്ധിശാലികളായ ശാസ്ത്രജ്ഞന്മാരെ നമ്മളെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഞാൻ എടുത്തു പറയുന്നില്ല. CV രാമൻ അടക്കം, രാമൻ എഫക്റ്റ്,